അതുകൊണ്ടാണ് പലപ്പോഴും മാനസിക സംഘർഷത്തിന് നമ്മൾ പല വിധത്തിലുള്ള പരിഹാര മാർഗങ്ങൾ കാണാൻ നോക്കുമ്പോൾ അത് ഫലപ്രാപ്തിയിലെത്താത്തത്. യഥാർത്ഥത്തിൽ നടക്കുന്നത് പ്രശ്നം എന്താണെന്നറിയാതെ നമ്മൾ പരിഹാരം അന്വേഷിക്കുകയും അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നല്ല ഒരു സാഹചര്യത്തിൽ, നല്ല കുടുംബാന്തരീക്ഷത്തിൽ വളർന്നു വന്ന കുട്ടികൾ പോലും ഒരു പ്രായം കഴിയുമ്പോൾ, പ്രത്യേകിച്ച് അഡോളസൻസ് ഒക്കെ ആകുമ്പോൾ വഴിതെറ്റി പോകുന്നത് നമ്മൾ കാണാറുണ്ട്. എന്താണ് മനസ്സ്, അത് എങ്ങനെ പ്രവർത്തിക്കുന്നു, ഏത് രൂപത്തിലാണ് അത് നമ്മളിൽ സ്ഥിതി ചെയ്യുന്നത്? എല്ലാ മനുഷ്യരിലും ആ മനസ്സിൻ്റെ ഒരു പ്രവർത്തന കേന്ദ്രമുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലെത്തുമ്പോൾ നമുക്ക് ചുറ്റും നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ നമുക്കൊരു വിടുതൽ സംഭവിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് മാനസിക തലത്തിലുള്ള പ്രശ്നങ്ങളും മനോശാരീരിക രോഗങ്ങളും നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. നമസ്കാരം, ഞാൻ ധന്വയോഗി, പൂർണ്ണഗുരു ശ്രീ ശ്രീ മാധവാചാര്യൻ്റെ ശിഷ്യനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നിർവ്വാണ യോഗയുടെ ഡയറക്ടറും കേരള സർവകലാശാലയിലെ യോഗ അധ്യാപകനുമാണ്. ഇന്ന് ലോകത്ത് അല്ലെങ്കിൽ നമുക്ക് ചുറ്റും മാനസിക സംഘർഷമില്ലാത്ത ഒരാളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? നമ്മുടെ ഈ കാലഘട്ടത്തിൽ ടെക്നോളജിയുടെ വളർച്ച കുതിച്ചുയർന്നു വരുന്നു. മീഡിയയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നു. വ്യക്തിത്വ വികസനത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഒരുപാട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യൻ്റെ മാനസിക ആരോഗ്യം ദിനം പ്രതി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ദിനം പ്രതി മോശമായിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് മാനസിക തലത്തിലുള്ള പ്രശ്നങ്ങളും മനോശാരീരിക രോഗങ്ങളും നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിന് പല പരിഹാര മാർഗങ്ങൾ ആൾക്കാർ അന്വേഷിച്ച് പോകാറുണ്ട്. അതായത് ഇപ്പോൾ ഈ മാനസിക സംഘർഷം വർദ്ധിച്ചു നിൽക്കുമ്പോൾ മനസ്സ് ദുർബലമായിരിക്കും. അപ്പോൾ ദുർബലമായ ഒരു മനസ്സിന് ഉടമയായിരിക്കുമ്പോൾ നമ്മൾ പല പ്രശ്നങ്ങൾക്കും നമ്മൾ പരിഹാരം കാണാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ പരിഹാര മാർഗം അന്വേഷിച്ചു പോകുമ്പോൾ അവിടെയൊക്കെ നമുക്ക് പെശകുകൾ സംഭവിക്കും. കാരണം നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുന്നതും നമ്മൾ കാര്യങ്ങളെ ഗ്രഹിക്കുന്നതും എല്ലാം ഈ മാനസിക അവസ്ഥയിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മാനസിക സംഘർഷത്തിന് നമ്മൾ പല വിധത്തിലുള്ള പരിഹാര മാർഗങ്ങൾ കാണാൻ നോക്കുമ്പോൾ അത് ഫലപ്രാപ്തിയിലെത്താത്തത്. ഇവിടെ നിർവ്വാണ യോഗയുടെ ഉപജ്ഞാതാവായ പൂർണ്ണഗുരു ശ്രീ ശ്രീ മാധവാചാര്യൻ പഠിപ്പിക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ മനസ്സിനെ കുറിച്ചാണ്. മനസ്സ് എന്താണ് എന്നാണ് ആദ്യം അറിയേണ്ടത്. കാരണം അത് എന്താണെന്ന് അറിയാതെ നിങ്ങൾ മാനസിക സംഘർഷത്തിനുള്ള പരിഹാരം തേടുമ്പോൾ അല്ലെങ്കിൽ അന്വേഷിക്കുകയും നമുക്ക് കിട്ടുന്ന മാർഗങ്ങളിലൂടെ മാനസിക സംഘർഷം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നത് പ്രശ്നം എന്താണെന്നറിയാതെ നമ്മൾ പരിഹാരം അന്വേഷിക്കുകയും അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ അറിയേണ്ടത് നമ്മുടെ മനസ്സിനെ കുറിച്ചാണ്. വിദ്യാഭ്യാസം നടത്തുന്ന ഒരു കുട്ടിയായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രായമേറിയ ഒരാളായിക്കോട്ടെ, എല്ലാവരിലും മാനസിക സംഘർഷമുണ്ട്. അതിൻ്റെ കാരണങ്ങൾ പലതാണ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് അനുഭവിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. അതിൻ്റെ പ്രതിഫലനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു. അത് ദീർഘനാൾ നമ്മൾ നിരന്തരമായിട്ട് മാനസിക സംഘർഷം ഉണ്ടാകുന്ന ഒരു വ്യക്തിയിൽ മനോശാരീരിക രോഗങ്ങളായിട്ടത് പരിണമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മനസ്സിൻ്റെ തലത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ, ശരിയായ മാർഗങ്ങൾ കണ്ടെത്തണമെങ്കിൽ ആദ്യം അറിയേണ്ടത് മനസ്സ് എന്താണ് എന്നാണ്. ഇപ്പോൾ വിദ്യാഭ്യാസം നടത്തുന്ന ഒരു കുട്ടി മനസ്സ് ദുർബലമാണെങ്കിൽ ആ ദുർബലമായ മനസ്സാണ് യഥാർത്ഥത്തിൽ ഒരു ക്ലാസ്സിലൊരു അധ്യാപകനോ അല്ലെങ്കിൽ അധ്യാപികയോ പഠിപ്പിക്കുമ്പോൾ ആ വിഷയങ്ങൾ, ആ പഠിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്നത് മനസ്സിൻ്റെ തലത്തിലും കൂടിയാണ് ആ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഗുരുജി പറയാറുള്ളത് പോലെ ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെങ്കിൽ ഒരു ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ആ 40 കുട്ടികളും 40 തരത്തിലായിരിക്കും അത് ഗ്രഹിക്കുക. കാരണം ഇവരിൽ എല്ലാവരിലുള്ളത് വ്യത്യസ്തമായ മാനസിക അവസ്ഥകളാണ്. പലരും പല സ്വഭാവ ഗുണങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്, പലരും പല സ്വഭാവ വൈകല്യങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നത് മനസ്സിൽ നിന്നാണ്. ചിലപ്പോൾ നല്ല ഒരു സാഹചര്യത്തിൽ, നല്ല കുടുംബാന്തരീക്ഷത്തിൽ വളർന്നു വന്ന കുട്ടികൾ പോലും ഒരു പ്രായം കഴിയുമ്പോൾ, പ്രത്യേകിച്ച് അഡോളസൻസ് ഒക്കെ ആകുമ്പോൾ വഴിതെറ്റി പോകുന്നത് നമ്മൾ കാണാറുണ്ട്.
ചില കുട്ടികൾ നല്ല കഴിവുകൾ പ്രകടിപ്പിക്കുന്നതും നമ്മൾ കാണാറുണ്ട്. ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? അവിടെയാണ് ഗുരുജി പഠിപ്പിക്കുന്നത് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ മനസ്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് മനസ്സ്? ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അറിവുകൾ പൂർണ്ണ ഗുരു ശ്രീ ശ്രീ മാധവാചാര്യൻ നിർവ്വാണ യോഗ ശാസ്ത്രത്തിലൂടെ ലോകത്തിന് നൽകിയിട്ടുള്ള അറിവുകളാണ്. ഈ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റൊരു ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ പുസ്തകങ്ങളിലോ മറ്റ് വീഡിയോ പ്ലാറ്റ്ഫോമുകളിലോ കാണാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. എന്താണ് മനസ്സ്, അത് എങ്ങനെ പ്രവർത്തിക്കുന്നു, ഏത് രൂപത്തിലാണ് അത് നമ്മളിൽ സ്ഥിതി ചെയ്യുന്നത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ്. എന്താണ് മനസ്സ് എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളൊന്ന് ഓർത്തു നോക്കൂ. നമ്മുടെ കുട്ടിക്കാലം മുതൽ നമുക്ക് ചുറ്റുപാടുകളിൽ നിന്നും, നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നിന്നും, നമ്മൾ വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും, നമ്മളുമായി അടുത്ത് ഇടപഴകിയിട്ടുള്ളവരിൽ നിന്നും ഒക്കെ നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് കാരണമായിട്ടുണ്ട്. നമ്മുടെ ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. നമ്മുടെ ഒരു വാല്യൂ സിസ്റ്റം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്ന മൂല്യങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണമായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഈ അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നമുക്ക് ഉണ്ടാവുന്ന ഈ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ ഒരു സംസ്കാരം നമ്മൾ ആർജിക്കുന്നുണ്ട് എന്നാണ് ഗുരുജി പഠിപ്പിക്കുന്നത്. അതിലെന്തെല്ലാം ഉണ്ട്? നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന അനുഭവങ്ങൾ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ അനുഭവത്തിലൂടെയും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിൽ നല്ല ശരിയായ അറിവുകളുണ്ട്, അതിൽ തെറ്റായ അറിവുകളുണ്ട്. നമ്മളുടെ പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ ആർജിക്കുന്ന കർമ്മഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. അതായത് സദ്ഗുണങ്ങളുണ്ട്, ദുർഗുണങ്ങളുണ്ട്. സത്വാസനകളുണ്ട്, ദുർവാസനകളുണ്ട്. ഇതെല്ലാം നമ്മളിലുണ്ട്. ഇത് നമ്മുടെ ബോധ മനസ്സിലുണ്ട് എന്ന് നമുക്കറിയാം. ഇത് ഈ കുട്ടിക്കാലം മുതൽ, അല്ലെങ്കിൽ നമ്മളൊരു അമ്മയുടെ ഉദരത്തിൽ തുടങ്ങിയപ്പോൾ മുതൽ നമുക്ക് ചുറ്റുപാടുകളിൽ നിന്നും നമ്മളെ സ്വാധീനിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്, ഇല്ലേ? ഉള്ളിൽ എവിടെയാണുള്ളത്? ഗുരുജി പറയാറുണ്ട്, ഒരു ക്യാമറയിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് സമയം കൊണ്ട് അത് ഇമേജ് ക്യാപ്ചർ ചെയ്യുന്നത് പോലെ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമുക്കുണ്ടാകുന്ന ഈ അനുഭവങ്ങളെല്ലാം തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ആത്മാവ് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഊർജ രൂപത്തിൽ നമ്മുടെ ആത്മാവിൽ ഇഴുകിച്ചേർന്ന് സംസ്കാരങ്ങളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സംസ്കാരങ്ങൾ, ഇതിനെയാണ് നമ്മൾ ജന്മസംസ്കാരങ്ങൾ എന്ന് പറയുക. അത് നമ്മളിൽ സ്ഥിതി ചെയ്യുന്നത് ഊർജ രൂപത്തിലാണ്. ഒരു ഊർജ കണികകളുടെ രൂപത്തിലാണ് ആത്മാവുമായി ഇഴുകിച്ചേർന്ന് ഈ ജന്മസംസ്കാരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഈ സംസ്കാരങ്ങൾ ആർജിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ മുതലല്ല. ഗുരുജി പറയാറുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോരുത്തരുമാണ്, ഓരോ മനുഷ്യനുമാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയാറുണ്ട്. കാരണം ഇന്ന് നമ്മൾ അറിയുന്ന ലോക മഹാ അത്ഭുതങ്ങളൊക്കെ, അത് ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന ആയിക്കോട്ടെ, താജ്മഹൽ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ മനുഷ്യനിർമ്മിതികളാണ്. ഗുരുജി പറയാറുള്ളത്, അത് നിർമ്മിച്ച മനുഷ്യനാണ് അതിൽ നിന്നും വലിയ അത്ഭുതം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഈ ഭൂമിയിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മനുഷ്യ ശരീരം സ്വീകരിക്കുന്നത് പെട്ടെന്നൊരു ആത്മാവ് ഒരു മനുഷ്യനായി ജനിക്കുകയല്ല ചെയ്യുന്നത്. നമ്മളുടെ ചരിത്രം തുടങ്ങുന്നത് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ്. ആത്മാവിൻ്റെ ആദ്യത്തെ ശരീരം എന്ന് പറയുന്നത് ഒരു ഏക കോശമാണെന്നാണ് ഗുരുജി പഠിപ്പിക്കുന്നത്. അതായത് നമ്മളിൽ ഓരോരുത്തരിലും ഉള്ള ഈ ആത്മാവ് എന്നത്, അതിൻ്റെ ആദ്യത്തെ ശരീരം എന്നത് ഒരു സെല്ലാണ്, ഒരു കോശമാണ് എന്നാണ്. ആ ഒരു കോശത്തിൽ നിന്നും ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള മനുഷ്യ ശരീരം വരെ എത്തിയത് കോടാനുകോടി വർഷങ്ങളുടെ ഒരു പരിണാമ പ്രക്രിയയിലൂടെയാണ് എന്നാണ് ഗുരുജി പഠിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഏകകോശം മുതൽ ആത്മാവ് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് ഉണ്ടാകുന്ന അനുഭവങ്ങൾ അത് സ്വീകരിക്കുന്നുണ്ട്, അത് ആർജിക്കുന്നുണ്ട്, അത് ആത്മാവിൽ ഒരു ഊർജ രൂപത്തിൽ അത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് തുടങ്ങി നമ്മൾ ബഹുകോശ ജീവികളായി, നമ്മൾ ജലത്തിലെ ചെറു ജീവികളായി, ജലത്തിലും വനത്തിലും
ജലത്തിലും കരയിലും ജീവിക്കുന്ന ജീവികളായി, കരയിൽ ജീവിക്കുന്ന ജീവികളായി, പക്ഷികളായി, പറവകളായി, മൃഗങ്ങളായി, തുടർന്ന് ആധുനിക മനുഷ്യനാകുന്നതിന് മുമ്പ് ആദിമ മനുഷ്യൻ്റെ രൂപത്തിലായി, ഇങ്ങനെ തുടങ്ങി ഒരു വലിയ പരിണാമത്തിൻ്റെ ചരിത്രം തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ആത്മാവിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ കടന്നു വന്ന വഴികളിലെല്ലാം ആത്മാവ് ആർജിച്ച ആ അനുഭവങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ ആ സത്യജ്ഞാനങ്ങൾ, മിഥ്യാജ്ഞാനങ്ങൾ, സദ്ഗുണങ്ങൾ, ദുർഗുണങ്ങൾ, സദ്വാസനകൾ, ദുർവാസനകൾ, ഇതിൻ്റെ എല്ലാം ഒരു ആകെത്തുകയാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. ഇത് ആത്മാവുമായി ഇഴുകിച്ചേർന്ന് ഊർജ രൂപത്തിൽ സംസ്കാരങ്ങളായ ഊർജ രൂപത്തിലാണ് നമ്മുടെ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നത്. ഒരു ആത്മാവ് ശരീരമെടുക്കുമ്പോൾ ഗുരുജി പറയാറുണ്ട്, ആത്മാവ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത്, ശരീരത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒന്നല്ല. അപ്പോൾ ചിലർ പറയാറുണ്ട് ആത്മാവ് ഇരിക്കുന്നത് ഭ്രൂമധ്യത്തിലാണ്, അല്ലെങ്കിൽ ആത്മാവ് ഇരിക്കുന്നത് ഹൃദയകമലത്തിലാണ് എന്ന് പറയാറുണ്ട്. ആത്മാവ് അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്ത് ഇരിക്കുന്ന ഒന്നല്ല. ആത്മാവ് ആ ഊർജം ശരീരം മുഴുവൻ വ്യാപരിച്ചാണ് നിൽക്കുന്നത്. അതെങ്ങനെയാണ് ശരീരം മുഴുവൻ വ്യാപരിച്ച് നിൽക്കുന്നത്? 1,08,000 യോഗനാഡികൾ അടങ്ങുന്ന ആ ചാലകത്തിലൂടെയാണ് നമ്മുടെ ശരീരം മുഴുവൻ വ്യാപരിച്ച് നിൽക്കുന്ന ഊർജ ചാലകങ്ങളാണ് യോഗനാഡികൾ. ആ ചാലകത്തിലൂടെയാണ് ഈ ആത്മാവ് അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഊർജം ശരീരം മുഴുവൻ വ്യാപരിച്ച് നിൽക്കുന്നതും. ഈ ചാലകത്തിലൂടെയാണ് ആത്മാവ് സ്വീകരിക്കുന്ന ഊർജം നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും എത്തിച്ചേരുന്നതും. അപ്പോൾ ഒരു ആത്മാവ് ശരീരത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ അത് സൂക്ഷ്മ ശരീരമായിട്ടും കാരണ ശരീരമായിട്ടും അത് വിഘടിച്ച് നിൽക്കുന്നു. അപ്പോൾ നമുക്ക് 3 ശരീരങ്ങളാണുള്ളത്: സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ഇപ്പം നമ്മൾ ഈ പഠിക്കുന്ന ഈ അറിവുകൾ പൂർണ്ണഗുരു ശ്രീ മാധവാചാര്യൻ നിർവ്വാണ യോഗശാസ്ത്രത്തിലൂടെ ലോകത്തിന് നൽകിയിട്ടുള്ള അറിവുകളാണ്. ഇത്ര ശരീരങ്ങളെക്കുറിച്ചുള്ള അറിവ്. ഇത് വളരെ സംക്ഷിപ്തമായിട്ട്, വളരെ ചുരുക്കിയാണ് പറയുന്നത്. കാരണം ഗുരുജി പറയാറുള്ളത് പോലെ ഇതൊരു 5 വർഷം കൊണ്ട് 5 വർഷം എടുത്ത് പഠിക്കേണ്ട ഒരു ഡോക്ടർ സ്ഥൂല ശരീരത്തെക്കുറിച്ച് പഠിക്കുന്നത് പോലെ തന്നെ 5 വർഷം സമയമെടുത്ത് പഠിക്കേണ്ട വിഷയങ്ങളാണ് നമ്മൾ ഈ മനസ്സ് എന്താണെന്ന് പറയാൻ വേണ്ടി വളരെ ചുരുക്കി പറയുന്നത്. അപ്പോൾ ഈ നാഡികൾക്കുള്ളിലായിട്ടാണ് നമ്മളുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യനിലെ ഈ ജന്മ സംസ്കാരങ്ങൾ ഊർജ രൂപത്തിൽ അടക്കം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ യോഗനാഡികൾ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലെ ഷഡാധാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. 6 ആധാര ചക്രങ്ങൾ ഉണ്ട്. പൊതുവെ അറിയപ്പെടുന്നത് 7 ചക്രങ്ങളുണ്ടെന്ന്, 7 ചക്രാസ് എന്നാണ് പൊതുവെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകുക. യഥാർത്ഥത്തിൽ നമ്മളിലുള്ളത് 6 ആധാര ചക്രങ്ങളാണ്. 7ാമത്തേതൊരു ചക്രമല്ല, അതൊരു മേഖലയാണ്. ഗുരുജി പഠിപ്പിക്കുന്നത് ശിരോമേഖല എന്ന് പറയും. അപ്പോൾ അതാണ് ഷഡാധാരങ്ങൾ. ഷഡ് എന്ന് പറഞ്ഞാൽ 6 ആധാര ചക്രങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് താഴോട്ടുള്ള മൂലാധാരം ആയി ബന്ധപ്പെട്ട് 42,000 യോഗനാഡികൾ, അതിന് മുകളിലോട്ട് സ്വാധിഷ്ഠാന കമലവുമായി ബന്ധപ്പെട്ട് 32,000 യോഗനാഡികൾ, മണിപൂര ചക്രവുമായി ബന്ധപ്പെട്ട് 16,000 യോഗനാഡികൾ, തുടർന്ന് മുകളിലേക്ക് ഹൃദയകമലവുമായി ബന്ധപ്പെട്ട് 108, വിശുദ്ധിയുമായി ബന്ധപ്പെട്ട് 72 യോഗനാഡികൾ, ആജ്ഞാചക്രവുമായി ബന്ധപ്പെട്ട് 16 യോഗനാഡികളും ആണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി 9,000-ൽ പരം യോഗനാഡികളും ശിരോമേഖലയുമായി ബന്ധപ്പെട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ അറിവ് ലോകത്തിന് ആദ്യമായി ലഭിക്കുന്ന ഒരു അറിവാണ്. കാരണം ഇതിനു മുമ്പ് ഒരു പക്ഷേ പല സ്ഥലങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുക 72,000 യോഗനാഡികളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്, അത് ഈ നേവൽ ചക്രയുമായി ബന്ധപ്പെട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള ഒരുപാട് തെറ്റായ അറിവുകൾ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, നേവൽ ചക്രയുമായി ബന്ധപ്പെട്ടാണ് 72,000 നാഡികൾ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ബാക്കി ആധാര ചക്രങ്ങളിൽ നിന്നുള്ള ഊർജം എങ്ങനെയാണ് അത് നിയന്ത്രിക്കുന്ന ശരീര അവയവങ്ങളുടെ പ്രവർത്തനത്തിനാണെങ്കിലും മറ്റ് ശരീരഭാഗങ്ങളിലേക്കും അത് എത്തുക? അപ്പോൾ എല്ലാ യോഗനാഡികളും ആധാര ചക്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഘടന ഇങ്ങനെയാണ്. താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ യോഗനാഡികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അതായത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഘടനയിൽ നിന്നാണ് പിരമിഡ് എന്ന പ്രിൻസിപ്പിൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഗുരുജി പഠിപ്പിക്കുന്നത്. ഇന്ന് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പിരമിഡ്, വീട്ടിൽ പിരമിഡ് വെച്ചാൽ പോസിറ്റീവ് എനർജി ഉണ്ടാവും, അല്ലെങ്കിൽ പിരമിഡ് നമ്മുടെ തലയിൽ വെച്ച് ധ്യാനിക്കുമ്പോൾ ഊർജം സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഈ പിരമിഡ് എന്ന പ്രിൻസിപ്പിൾ ഉണ്ടായത് മനുഷ്യൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് എന്നാണ് ലോകത്തിൽ ആദ്യമായിട്ട്
ഗുരുജി പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ യോഗനാഡികൾക്കുള്ളിലാണ് നമ്മളുടെ സംസ്കാരങ്ങൾ, ജന്മ സംസ്കാരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതിൽ താഴോട്ടുള്ള ഇപ്പോൾ മൂലാധാര, സ്വാധിഷ്ഠാന, മണിപൂര ചക്രങ്ങളുമായി ബന്ധപ്പെട്ട് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യോഗനാഡികളിൽ അടക്കം ചെയ്തിട്ടുള്ളത് കൂടുതലും അധമ സംസ്കാരങ്ങളാണ്. അതായത് കാമ, ക്രോധ, ലോഭ, മോഹ, മതമാത്സര്യങ്ങൾ, ഈ ഷഡ്ദോഷ സംബന്ധമായ സംസ്കാരങ്ങളാണ് താഴോട്ടുള്ള യോഗനാഡികളിൽ കൂടുതലായി സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ അടക്കം ചെയ്തിട്ടുള്ളത്. ഇതിന് മുകളിലോട്ട്, ഡയഫ്രത്തിന് മുകളിലോട്ട്, ഹൃദയകമലത്തിൽ, വിശുദ്ധി, ആജ്ഞ തുടങ്ങിയ ഹയ്യർ ചക്രാസിലോട്ട് കൂടുതലും ഊർധ്വ നിലവാരത്തിലുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളും സംസ്കാരങ്ങളുമാണ് ഇതിന് മുകളിലോട്ടുള്ള ആധാര ചക്രങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യോഗനാഡികളിൽ ഊർജ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യരിലും ആ മനസ്സിൻ്റെ ഒരു പ്രവർത്തന കേന്ദ്രമുണ്ട്. ഈ 6 ആധാര ചക്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും ഒരാളുടെ മനസ്സിൻ്റെ ഇരിപ്പിടം എന്ന് പറയുക. മനസ്സിൻ്റെ ഇരിപ്പിടം എന്ന് വെച്ചാൽ നമ്മൾ സ്വീകരിക്കുന്ന ഊർജം എല്ലാ ആധാര ചക്രങ്ങളിലേക്കും അവിടെ നിന്ന് യോഗനാഡികൾ വഴി ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരു ആധാര ചക്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യോഗനാഡികളിൽ അടക്കം ചെയ്തിട്ടുള്ള സംസ്കാരങ്ങൾ കൂടുതലായി ഉണർന്നു നിൽക്കുന്ന ജന്മ സംസ്കാരങ്ങൾ ഏത് ആധാര ചക്രവുമായി ബന്ധപ്പെട്ടാണോ, അല്ലെങ്കിൽ ഏത് ആധാര ചക്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യോഗനാഡികളിലാണോ സ്ഥിതി ചെയ്യുന്നത്, ആ ആധാര ചക്രം കൂടുതൽ ഊർജം സ്വീകരിക്കുകയും അത് കൂടുതൽ പ്രവർത്തനക്ഷമമായിരിക്കുകയും ആ സംസ്കാരങ്ങൾ കൂടുതൽ പ്രവർത്തനക്ഷമമായിരിക്കുകയും ചെയ്യും. ആ സ്വഭാവങ്ങളായിരിക്കും ഒരു വ്യക്തിയിൽ ഡോമിനൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ആധിപത്യം സ്ഥാപിച്ച് നിൽക്കുക. ഉദാഹരണത്തിന്, ഒരാൾ ക്ഷിപ്രകോപിയാണെന്ന് വിചാരിക്കുക. ഒരാൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു എന്ന് വിചാരിക്കുക. അയാളിൽ ആ ദേഷ്യം, ആ സംസ്കാരമാണ് ആ വ്യക്തിയിൽ ഉണർന്നു നിൽക്കുന്നത്. അതാണ് കൂടുതൽ ഊർജം സ്വീകരിച്ച് പ്രവർത്തനക്ഷമമാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതാണ് ഒരാളുടെ മനസ്സിൻ്റെ ഇരിപ്പിടം എന്ന് നമ്മൾ പറയുക. ഉദാഹരണത്തിന്, ഒരാളുടെ മനസ്സിരിക്കുന്നത് മൂലാധാര ചക്രത്തിലാണെങ്കിൽ ആ വ്യക്തിയിൽ സംവേദനാക്ഷമത വളരെ കുറവായിരിക്കും. ആ വ്യക്തിയുടെ ബോധ നിലവാരം വളരെ താഴോട്ടായിരിക്കും. ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ചിന്തകളിൽ 100 ചിന്തകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ 99 നെഗറ്റീവായിട്ടുള്ള ചിന്തകളുമായിരിക്കും. അങ്ങനെ ഒരു വ്യക്തിയിൽ മാനസിക സംഘർഷം വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വാത, കഫ, പിത്ത രോഗങ്ങളുടെ ആധിക്യം ഉണ്ടാകാനുള്ള, ഇതിലേതെങ്കിലും ഒന്നിൻ്റെ ഇംബാലൻസ് ഉണ്ടാകുകയും അതുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കും. അയാളുടെ ജീവിതശൈലി നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ശരിയായ ജീവിതശൈലി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മാനസിക അവസ്ഥയുള്ള ആളായിരിക്കില്ല. നല്ല ഉപദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും അതൊന്നും സ്വീകരിച്ച് പ്രവൃത്തിയിൽ വരുത്താൻ കഴിയുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. ചേമ്പലയിൽ വെള്ളം വീഴുന്നത് പോലെ എന്നാണ് ഗുരുജി പറയാറുള്ളത് ഇങ്ങനെ മനസ്സിരിക്കുന്ന ഒരു വ്യക്തിയിൽ. അപ്പോൾ ഇതുപോലെ ഓരോ ആധാര ചക്രങ്ങളിലും മനസ്സിരിക്കുമ്പോൾ, ഇപ്പോൾ സ്വാധിഷ്ഠാന കമലത്തിൽ മനസ്സിരിക്കുമ്പോൾ മറ്റൊരവസ്ഥയാണ്. ഇപ്പോൾ വികാര വിചാരങ്ങളുടെ, അല്ലെങ്കിൽ കൂടുതൽ വികാര വിചാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിനുടമ ഒരു വ്യക്തി ആയിരിക്കും അങ്ങനെ ഉള്ളൊരു മാനസികാവസ്ഥ ഉള്ള ഒരാൾ. മണിപൂര ചക്രത്തിൽ മനസ്സിരിക്കുമ്പോൾ അത് മറ്റൊരവസ്ഥയാണ്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഗുരുജി പഠിപ്പിക്കുന്ന അറൈക്കി അഡ്വാൻസ് ഹീലിംഗ് മെഡിറ്റേഷൻ ക്ലാസ്സുകളിലും നിർവ്വാണ യോഗ ക്ലാസ്സുകളിലുമൊക്കെ ഈ ഓരോ ആധാര ചക്രങ്ങളിലും മനസ്സിരിക്കുമ്പോഴുള്ള അവസ്ഥകളെക്കുറിച്ച് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഓരോ ആധാര ചക്രങ്ങളിലും മനസ്സിരിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മാനസിക അവസ്ഥകളായിരിക്കും ഒരാൾ പ്രകടിപ്പിക്കുക. അപ്പോൾ മാനസിക സംഘർഷം, പ്രത്യേകിച്ച് താഴോട്ട് മനസ്സിരിക്കുന്ന മൂലാധാര, സ്വാധിഷ്ഠാനം, മണിപൂര ചക്രങ്ങളിൽ മനസ്സിരിക്കുന്ന ഒരു വ്യക്തിയിൽ മാനസിക സംഘർഷം വളരെ കൂടുതലായിരിക്കും. കാരണം എന്താണ്? അയാളിൽ 100 ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അതിൽ 99 നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കും കൂടുതലായി ഉണ്ടാകുക. ഇത് നമ്മൾ വിളിച്ചു വരുത്തുന്ന ചിന്തകളല്ല, തനിയെ സംഭവിക്കുന്നതാണ്. കാരണം ആ ചിന്തകളും ആ സംസ്കാരങ്ങളുമാണ് ആ വ്യക്തിയിൽ ഉണർന്നു നിൽക്കുന്നത്. അവിടെ നിന്ന് മനസ്സിൻ്റെ ഉയർച്ച സംഭവിച്ചാൽ മാത്രമേ നല്ല ചിന്തകൾ, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഉള്ളിൽ നിന്ന് വരികയുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ഹൃദയകമലത്തിൽ മനസ്സിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്നേഹം, ദയ, അനുകമ്പ, പരസഹായ, സന്നദ്ധത തുടങ്ങിയ സദ്ഗുണങ്ങളുള്ള ഒരവസ്ഥയായിരിക്കും ഹാർട്ട് ചക്രയിൽ മനസ്സിരിക്കുമ്പോൾ ഉണ്ടാകുക. അവിടെ നിന്നും മനസ്സിന് ഉയർച്ച സംഭവിച്ച് വിശുദ്ധിയിൽ മനസ്സ് എത്തുമ്പോഴായിരിക്കും കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരവസ്ഥയിൽ,
ആ വ്യക്തിക്ക് ജീവിക്കാൻ സാധിക്കുക. കാരണം ഹാർട്ട് ചക്രയിൽ മനസ്സിരിക്കുമ്പോൾ മറ്റൊരാളുടെ ദുഃഖം തൻ്റെ ദുഃഖമായിട്ട് തോന്നുക, അല്ലെങ്കിൽ മറ്റൊരാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തന്നെ കൂടെ ബാധിക്കുന്നതായിട്ട് തോന്നുക, അങ്ങനെ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാവും. പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ ഈ അധമ വികാര വിചാരങ്ങളുടെ അവസ്ഥയിൽ മനസ്സിരിക്കുന്ന ആൾക്കാരുടെ സ്വാധീന വലയത്തിൽ പെടുകയും, ഇപ്പോൾ ഉദാഹരണത്തിന് ഗുരുജി പറയാറുണ്ട്, ചില ആൾക്കാർ ആൾജാമ്യം നിൽക്കുക, ഇപ്പോൾ ആൾജാമ്യം നിന്ന് പറ്റിക്കപ്പെടുക, ആൾജാമ്യം നിന്നിട്ട് തവണകൾ അടയ്ക്കാതെ ഈ ജാമ്യം നിന്ന ആൾ അവസാനം ആത്മഹത്യയിലേക്ക് പോകുന്ന സംഭവങ്ങൾ വരെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ചും ഈ ഹാർട്ട് ചക്രയിൽ മനസ്സിരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് പെടുക. നമ്മൾ സഹായിക്കുന്ന വ്യക്തിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ, അയാളുടെ വിഷമം ഒരാൾ അഭിനയിക്കുകയാണെങ്കിലും അത് നമുക്ക് ഒരു വിഷമമായിട്ട് തോന്നുകയും അങ്ങനെ നമ്മൾ സഹായിക്കാൻ പുറപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴും മനസ്സ് സ്റ്റേബിൾ അല്ല. അവിടെ നിന്ന് വിശുദ്ധിയിലെങ്കിലും മനസ്സെത്തുമ്പോൾ മാത്രമാണ് കുറച്ചുകൂടെ ഒന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് മനസ്സിന് ഉയർച്ച സംഭവിച്ച് ആജ്ഞാചക്രത്തിൽ മനസ്സെത്തുന്ന ആ അവസ്ഥയാണ് മുക്തി എന്ന് പറയുന്നത്. ഗുരുജി പഠിപ്പിക്കുന്നത് മുക്തി എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിട്ടയർമെൻറ്റിന് ശേഷം നമ്മൾ ആരാധനാലയങ്ങൾ തോറും നടന്ന് പ്രാർത്ഥിച്ച് നമ്മൾ മുക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല. പിന്നെന്താണ്, നമ്മുടെ ഈ ആത്മാവുമായി ഇഴുകിച്ചേർന്നിരിക്കുന്ന ജന്മസംസ്കാരങ്ങളും തമ്മിൽ ഒരു വിടുതൽ സംഭവിക്കുമ്പോഴാണ് ആദ്യത്തെ മുക്തി എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അത് അവസാനമല്ല, അത് ഒരു തുടക്കം മാത്രമാണ്. അപ്പോൾ മനസ്സ് ആജ്ഞാചക്രത്തിലെത്തി അവിടെ സ്ഥിരം ഇരിപ്പിടമാകുന്ന ആ അവസ്ഥയാണ് മുക്തി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലെത്തുമ്പോൾ നമുക്ക് ചുറ്റും നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ നമുക്കൊരു വിടുതൽ സംഭവിക്കുന്നു. അതായത് നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാത്ത ഒരു അവസ്ഥയിലെത്തി നമ്മൾ ഫ്രീ ആയതുപോലത്തെ ഒരു അവസ്ഥ നമുക്ക് അനുഭവപ്പെടുന്നു. അവിടെ നിന്നുകൊണ്ടാണ് തുടർന്ന് നമ്മളുടെ ഈ ജന്മസംസ്കാരങ്ങളുടെ ശുദ്ധീകരണം, ആത്മാവിൽ ഉള്ള ഈ ജന്മസംസ്കാരങ്ങളുടെ ശുദ്ധീകരണ പ്രക്രിയ നടക്കേണ്ടത്. അതിന് നമ്മൾ ശൂന്യബലശക്തി ഊർജം സ്വീകരിച്ച് നമ്മൾ സാധനാ മാർഗങ്ങൾ അനുഷ്ഠിക്കുന്നു. നമ്മൾ ധ്യാനം ചെയ്യുന്നു, റൈക്ക് ചെയ്യുന്നു, യോഗ ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഈ സംസ്കാരങ്ങളെ ശുദ്ധീകരിച്ച് ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ എങ്ങനെയായിരുന്നോ അതേ പവിത്രതയോടു കൂടി ആത്മാവ് തിരികെ നമ്മൾ എവിടെ നിന്നാണോ വന്നത്, അതായത് നമ്മൾ ആദിശൂന്യ ബലശക്തിയിൽ നിന്ന് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടു, അവിടേക്ക് തിരിച്ച് ലയിച്ച് ചേരുന്ന ആ അവസ്ഥയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വിധത്തിലുള്ള ആത്മീയ സാധനാ മാർഗങ്ങളും നമ്മൾ അനുഷ്ഠിക്കുന്നത്. അത് ഗുരുജി പഠിപ്പിക്കുന്നത് ആത്മീയതയും ഭൗതികതയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ ആണെന്നാണ്. കാരണം കുടുംബജീവിതം ആത്മീയ ജീവിതത്തിന് ഒരു തടസ്സമല്ല. ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നാണ് ഗുരുജി പഠിപ്പിക്കുന്നത്. ശരിയായ ഒരു കുടുംബജീവിതം നയിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് ആത്മീയ ഉണർവുണ്ടായിരിക്കണം, ബോധ ഉണർവുണ്ടായിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ ശുദ്ധമായ ഒരു മനസ്സുണ്ടാകുകയുള്ളൂ, പരസ്പരം മനസ്സിലാക്കാനുള്ള മാനസിക അവസ്ഥ ഉണ്ടാകുള്ളൂ, ക്ഷമിക്കാനും പൊറുക്കാനും ഉള്ള ഒരു മനസ്സ് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഈ മനസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഇത്രയും സമയം നമ്മൾ ചർച്ച ചെയ്ത, ഗുരുജി തന്നിട്ടുള്ള ഈ ജ്ഞാനങ്ങളിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്ത് വളരെ ചുരുങ്ങിയ ഒരു ഭാഗമാണ്. ഇത് ഒരു വീഡിയോ സീരീസ് ആയിട്ട് തുടരും. മനസ്സിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അപ്പോൾ ഈ മനസ്സ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ശരിയായൊരു പരിഹാര മാർഗം, അതായത് മാനസിക സംഘർഷം കുറയ്ക്കാനുള്ള പരിഹാര മാർഗം നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. കാരണം ഇത് ഊർജ്ജ രൂപത്തിലാണ് നമ്മളിൽ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഊർജം സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഇതിനെ ശുദ്ധീകരിക്കാൻ സാധിക്കുകയുള്ളൂ. താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വിനോദങ്ങളിലേക്കോ നമ്മുടെ ശ്രദ്ധ തിരിച്ചു വിടുമ്പോഴും നമ്മുടെ മനസ്സും മാനസിക സംഘർഷവും അതിന് കാരണമായിട്ടുള്ള സംസ്കാരങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്നു. തിരിച്ച് നമ്മൾ ഒരു സാധാരണ ദൈനംദിന ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം തന്നെ നമ്മളെ വീണ്ടും ബാധിക്കാനും, ഈ പ്രശ്നങ്ങൾ നമ്മളെ വീണ്ടും ബാധിക്കാനും തുടങ്ങുന്നു. അപ്പോൾ കുട്ടിക്കാലം മുതൽ, അതുകൊണ്ടാണ് ഗുരുജി പറയാറുള്ളത്, ചെറുപ്പം മുതൽ, കുട്ടിക്കാലം മുതൽ, അറിവാകുന്ന കാലം മുതൽ ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കണം. അതായത് അവനവനെ അറിയാനുള്ള വിദ്യാഭ്യാസം കൊടുക്കണം എന്നാണ് ഗുരുജി പഠിപ്പിക്കുന്നത്. കാരണം എന്താണ്? നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. പക്ഷേ ഈ പഠിക്കുന്ന ഞാൻ ആരാണ് എന്ന് മാത്രം നമ്മൾ പഠിക്കുന്നില്ല. അതുകൊണ്ടാണ്
സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പരീക്ഷ എഴുതാനും ജോലി കിട്ടാനും വേണ്ടിയുള്ള ഒരു ഒരു മാർഗം മാത്രമായി മാറിപ്പോകുന്നത്. മറിച്ച് പഠിക്കുന്ന കുട്ടികളിൽ ശാരീരിക തലത്തിലും മാനസിക തലത്തിലും ബൗദ്ധിക തലത്തിലും ആത്മീയ തലത്തിലും ഒരു വികാസം സംഭവിക്കാത്തതിൻ്റെ കാരണവും ഇതാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും അടിസ്ഥാനപരമായി പഠിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ മനസ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് മനസ്സ് എന്ന് പറഞ്ഞു. അത് നമ്മളിൽ സ്ഥിതി ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഊർജ്ജ രൂപത്തിലാണ്, ആത്മാവുമായി ഇഴുകിച്ചേർന്നാണ് അത് സ്ഥിതി ചെയ്യുന്നതെന്ന് പഠിച്ചു. അതിൻ്റെ ആധാര ചക്രങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് വളരെ ചുരുക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്തു. അടുത്ത വീഡിയോയിൽ മനസ്സിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.